കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇത് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളെക്കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ച കണ്ടത്. കഴിഞ്ഞ ആഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ സംസാരിച്ചത് ശിശുക്കളെ പോലെ ദൈവരാജ്യം സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ്, ആ ഹംബിൾനെസ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഈ ഹംബിൾനെസ് എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥവുമുണ്ട്. അതായത് താഴ്മ, താഴ്ന്നവർ എന്നർത്ഥവും കൂടിയുണ്ട്. ബൈബിൾ പലയിടത്തും ഉപയോഗിക്കുന്നത് ദ ഹംബിൾ എന്ന് പറയുമ്പം മറ്റുള്ളവരെ പോലെ ഉന്നത സ്ഥാനമില്ലാത്തവർ എന്നർത്ഥമുണ്ട്. അപ്പോൾ ഒരു ചെറിയ വിശ്വാസി, ഒരു ശിശുവിനെ പോലുള്ള ഒരാൾ, പുതുതായിട്ട് വേച്ച് സഭയിലേക്ക് വരുന്ന ഒരാൾ, ആ ആൾക്ക് ഇടർച്ച വരുത്തുന്നത്, അതായത് അയാളുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ പെരുമാറുന്നത്, അല്ലെങ്കിൽ അയാളെ ബലഹീനനാകുന്ന രീതിയിൽ പെരുമാറുന്നത്, ഇത് എത്ര വലിയ ശിക്ഷയാണ്. അതായത് ശിശുക്കളെ പരിഗണിക്കാത്ത, വിശ്വാസത്തിൽ വരുന്ന പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ വിശ്വാസത്തെ മൈൻഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ അവരെ പരിഗണിക്കാത്ത, അവരെ തകർത്ത് കളയുന്ന ഇടർച്ചകൾ സഭയിൽ ഉണ്ടാകുന്നത് എത്ര അസ്വസ്ഥകരമാണ്, കർത്താവിന് എത്ര ഗൗരവമായി കാണുന്നു നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത്, ഇങ്ങനെയുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. അപ്പോൾ വളരെ ബലഹീനനായ ഒരു വിശ്വാസി നമ്മൾ കൈക്കൊള്ളുമ്പോൾ ക്രിസ്തുവാണ് ആ ബലഹീനനായ വിശ്വാസിയുടെ സ്ഥാനത്ത് നമ്മുടെ അതിഥിയായിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഏറ്റവും ബലഹീനർക്ക് വേണ്ടിയാണ് കർത്താവുള്ളത്. ഏറ്റവും ഹമ്പിളായിട്ടുള്ള, ഏറ്റവും ശൈശവാവസ്ഥയുള്ള ആൾക്ക് വേണ്ടിയാണ്. വീരന്മാരായ, ഭയങ്കര പെരുമാറ്റം അറിയാവുന്ന, നല്ല മിടുക്കന്മാരായ, നീതിമാന്മാരായ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയല്ല അത്. ഏറ്റവും ബലഹീനമായതും ഹമ്പിളായതുമായ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ക്രിസ്തുവിൻ്റെ രാജ്യം. ഇത് അതിഭയങ്കരമായൊരു വിപ്ലവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ വിപ്ലവം. അത് ഇനിയും ഇവിടെ നടക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സഭകളുടെ ഇടയിൽ തന്നെ, സുവിശേഷം വിശ്വസിക്കുന്ന സഭകളിൽ പോലും ഈ ഒരു വിപ്ലവം, അതായത് കർത്താവ് കാണുന്ന, നമ്മുടെ ഈ സായുധ വിപ്ലവം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആത്മീകമായ വലിയൊരു ചേഞ്ച് ആ കാഴ്ചപ്പാടിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഏറ്റവും ഹമ്പിളിൻ്റെ കൂടെ കർത്താവ് നടക്കുന്നു എന്നുള്ള കാര്യം. ഏറ്റവും ഹമ്പിളായിട്ടുള്ള സ്ഥലത്ത് ജനിക്കുന്നു, ഏറ്റവും പാവപ്പെട്ടവരോട് നടക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങനെയായിരുന്നു. നല്ലവരെ അന്വേഷിച്ച് നടക്കുന്ന, വലിയവരെ അന്വേഷിച്ച് നടക്കുന്ന ഒരാളായിരുന്നേ ഇല്ല കർത്താവ്. പറയാണ്, ശിശു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരാളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തനെങ്കിലും ഇടർച്ച വരുത്തിയാലോ, അതായത് ഇടറിപ്പോകാൻ ഇടയാക്കിയാൽ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന്. ഒരു സമുദ്രത്തിനടിയിൽ പോയി ചത്ത് ശവമായി അവിടെ തിരിക്കല്ല് കെട്ടി അവൻ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി താത്തി ഇട്ടിട്ട് അവൻ അവിടെ ഇടുന്നതാണ് നല്ലത്. കാരണം ഇനിയും അവൻ മറ്റു കുഞ്ഞുങ്ങൾക്ക് ഇടർച്ച ഉണ്ടാക്കും എന്നുണ്ടെങ്കിൽ, അതായത് അത്ര സൂക്ഷിച്ചാണ് ഈ കുഞ്ഞുങ്ങളെ കർത്താവ് കരുതുന്നത്. വിശ്വാസത്തിൽ ബലഹീനരായവരെ, ഹമ്പിളായിട്ടുള്ളവരെ കർത്താവ് നോക്കുന്നത്. ആരും അവർക്ക് ഇടർച്ച വരുത്തുവാൻ ദൈവം അനുവദിക്കുന്നില്ല. നിങ്ങളുടെ ഏതെങ്കിലും പ്രവൃത്തിയോ ഏതെങ്കിലും ഒരു ദോഷമായ പെരുമാറ്റമോ മറ്റൊരാൾക്ക് ഇടർച്ച വരുത്തുന്നുണ്ട് എങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ആരോപണം ഒരു സുവിശേഷകനെതിരെ ഉണ്ടാകുന്നു, വളരെ ഗുരുതരമായൊരു ആരോപണം. ഇപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ലൈംഗികമായ കാര്യത്തിലൊരു ആരോപണം ഉണ്ടാകുന്നു, ചിലതൊക്കെ അതിനേക്കാളൊക്കെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായ ഏതെങ്കിലും ഒരു കാര്യത്തിലൊരു ആരോപണം ഉണ്ടാകുന്നു. അപ്പോൾ ഇദ്ദേഹം സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആ മുമ്പിലിരിക്കുന്ന ആളുകൾ പറയും, പ്രസംഗിക്കുന്ന കണ്ടില്ലേ, ദൈവത്തിൻ്റെ വചനം എടുത്തുകൊണ്ട് ഇവരൊക്കെ കള്ളന്മാരാണ്, അനേകർ ഇടറിപ്പോകുന്നുണ്ട് നമ്മുടെ സാക്ഷ്യമില്ലായ്മ നിമിത്തം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരെക്കുറിച്ചും എപ്പോൾ വേണമെങ്കിലും ആരോപണങ്ങൾ വരാം. ഇപ്പം എന്നെക്കുറിച്ച് ഒരു ആരോപണം വരാം, ആരെക്കുറിച്ചും വരാം. കാരണം നമ്മളെക്കുറിച്ച് കളവായി പറയുന്നതിൽ സന്തോഷിക്കുന്ന ഒരു ശത്രുവുണ്ട്. തീർച്ചയായിട്ടും ആരോപണങ്ങൾ എല്ലായിടത്തും സ്പ്രെഡാകാം, ശരിയാകാം, തെറ്റാകാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, സമൂഹം തെറ്റെന്ന് കരുതുന്ന, വിലയിരുത്തുന്ന ഒരു തെറ്റാണ്
ഞാൻ ചെയ്തതായി ആരോപിക്കപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് തെളിയുന്നവരെ ഞാൻ ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. കാരണം പ്രസംഗിക്കും തോറും ഞാൻ ഒരു അശ്ലീലകരമായ ഇടർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനേക ആളുകൾ നമ്മളെ നോക്കി ഇടറുകയാണ്. അതായത് അവർ കർത്താവിനെ തന്നെ വേണ്ടാന്ന് വെക്കുന്ന പോലെ അവരുടെ മൈൻഡ് ഇതിനെതിരെ റിയാക്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, നമ്മൾ മതപരമായി ആഘോഷിക്കുന്ന പല കാര്യങ്ങളും ആളുകൾ ഇടർച്ച വരുത്തുന്നുണ്ട്. അതുപോലെ നമ്മൾ സാരമില്ല എന്ന് വിചാരിച്ച് വിടുന്ന അനേകം കാര്യങ്ങൾ ഇടർച്ച വരുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ മനുഷ്യനെങ്കിലും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ നമ്മുടെ ലാക്ക് ഓഫ് ടെസ്റ്റിമണി കൊണ്ടോ ഇടറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കർത്താവ് അത് ക്ഷമിക്കുകയില്ല എന്ന് പറയുന്നു. അവിടെ പറയുന്നത് വളരെ കർശനമായ കാര്യങ്ങളാണ്. നിൻ്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ, ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്ന ആവശ്യം തന്നെ എങ്കിൽ ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. നിൻ്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. രണ്ട് കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കിടക്കുന്നത് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ശരീരം ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥ വരെ ഉണ്ടാകാം എങ്കിൽ പോലും ഇടർച്ച സംഭവിക്കരുതെന്നുള്ളതാണ്. അതായത് നമ്മൾ കാരണം ഒരാളുടെയും വിശ്വാസം തകർക്കപ്പെടാൻ പാടില്ല. ഇന്ന് സഭകളിൽ നടക്കുന്ന സംഘടനകൾ, യുദ്ധങ്ങൾ, പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, എത്രയോ പേരെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ലോകത്ത് ക്രിസ്തുവിൽ തന്നെ അകറ്റി നിർത്തിയിരിക്കുന്നത്. ആ ഇടർച്ച വന്നേ പറ്റുള്ളൂ. അവർ വരില്ലായിരുന്നിരിക്കാം. ആ ഇടർച്ച അവിടെ വന്നേ പറ്റൂ. കാരണം അവർ ചിലപ്പോൾ വരേണ്ടവരായിരിക്കില്ല, അവർ കഠിന ഹൃദയരായിരിക്കാം. പക്ഷേ ഇത് വരുത്തുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അയ്യോ കഷ്ടം എന്ന് പറയാൻ കാരണം ഇത് വരിക എന്നുള്ളത് സ്വാഭാവികമാണ്, അവർ വരാതിരിക്കുക എന്നുള്ളതും സ്വാഭാവികമാണ്. പക്ഷേ ഇത് വരുത്തുന്ന ആളുകൾക്ക് അയ്യോ കഷ്ടം. അപ്പം നിങ്ങൾ പറയും, ഞാനിത് പറഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ, ഞാനിത് ചെയ്തുകൊണ്ടൊന്നുമല്ല. വരാനുള്ളവരാണേ വരും, ശരിയാണ്, അവരിടറിപ്പോകേണ്ടതും ആവശ്യമായിരുന്നിരിക്കാം. പക്ഷെ ഇത് വരുത്തുന്നവർക്ക് അയ്യോ കഷ്ടം. അവിടെ പറയുന്നത് ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. അതായത് ഇടർച്ച മുഴുവൻ ഇടർച്ചയാണ്, അത് നിമിത്തം ലോകത്തിന് അയ്യോ കഷ്ടം. ഇന്ന് ക്രിസ്ത്യാനിറ്റിയെ തെറ്റിദ്ധരിക്കുന്നവരാണ് ലോകത്തിൽ കൂടുതലും. ഇവർ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ജീവിതമില്ല. അതെല്ലാവരും പറയുന്നു, ഒത്തിരി പേര് ലോകത്തിലെല്ലായിടത്തും പറയുന്നതാണ്. വെസ്റ്റേൺ രാജ്യങ്ങളിലൊന്നും പിള്ളേർ ഇത് വിട്ട് കളഞ്ഞു കഴിഞ്ഞു. കാരണം വിശ്വാസം ഒരു തലമുറയിൽ നിന്ന് എടുത്ത് കളയാനാണ് ഇന്നത്തെ ഈ പല പ്രസംഗങ്ങൾ ഉപകരിക്കുന്നത്. ഇടർച്ച വന്നിട്ടുണ്ട്, വല്ലാതെ ഇടർച്ച വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഇടർച്ച വരുന്നത് ലോകത്തിന് അയ്യോ കഷ്ടം, ലോകത്തിന് ഈ രക്ഷയുടെ ആ സന്തോഷം അനുഭവിക്കാൻ പറ്റാതെ പോവുകയാണ്. അതാണ് ലോകത്തിന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇടർച്ച വരുന്ന ആളുകളുണ്ടല്ലോ, അവരെ ദൈവം വെറുതെ വിടുകയില്ല എന്ന് കർത്താവ് പറയുന്നു. ഇടർച്ച വരുത്തുന്ന ചില ആൾക്കാരുണ്ട്. നിൻ്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. അത്ര കർശനമായിട്ട് നമ്മുടെ ശരീരമോ നമ്മുടെ മൈൻഡോ നമ്മുടെ ചിന്തകളോ നമ്മുടെ സ്വഭാവമോ ഇടർച്ച ഉണ്ടാക്കാതെ നമ്മൾ നോക്കണമെന്നാണ്. രണ്ട് കാലുമുള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കിടക്കുന്ന നിനക്ക് നന്ന്. നമ്മൾ ഉറക്കെ സംസാരിക്കുമ്പോൾ, നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടുമ്പോൾ, ഗോസിപ്പ് ചെയ്യുമ്പോൾ, ഒരാളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? നമ്മൾ അവരെ ദൈവസന്നിധിയിൽ നിന്ന് അവർക്ക് ഇടർച്ച വരുത്തുകയാണ്, അവർക്ക് അടുത്ത് വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുകയാണ്. അങ്ങനെയുള്ളവരോട് പറയണം, നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കിടക്കുന്നത് നിനക്ക് നല്ലത്. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതെന്തുകൊണ്ടാണ്? സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ തുച്ഛീകരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ പ്രതിനിധികൾ സ്വർഗത്തിൽ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ വെരി സീരിയസ് സിറ്റുവേഷൻ എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമ്മളെ കാക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിനിധികൾ സ്വർഗത്തിൽ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുഞ്ഞും പിതാവിൻ്റെ കസ്റ്റഡിയിലുള്ളവരാണ്, പിതാവ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്. അവരെപ്പോഴും ദൈവത്തിൻ്റെ മുഖം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം എങ്ങനെ പ്രതികരിക്കും? ഓരോ കുഞ്ഞിനെയും കർത്താവ് എത്രമാത്രം സ്നേഹിക്കുന്നു. നിങ്ങളെ എന്തുമാത്രം സ്നേഹം പിതാവിൽ നിന്ന് അറിയിക്കുന്നുണ്ടോ അത്രയും സ്നേഹം ബാക്കിയുള്ളവർ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച കർത്താവിന് സ്തോത്രം. അയൽവക്കക്കാരൻ്റെ പാപമോ അത് ക്ഷമിച്ചിട്ടില്ല, അത് ഞാൻ ക്ഷമിക്കത്തില്ല. അപ്പോൾ കർത്താവ് ക്ഷമിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെല്ലാവരുടെയും പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചിരിക്കാം, നമുക്കറിയില്ല. എന്നോട് ക്ഷമിക്കാമെങ്കിൽ ആരോട് വേണമെങ്കിലും ക്ഷമിക്കാം. അപ്പോൾ ശരിക്കും നമ്മുടെ പ്രവൃത്തികൾ അയൽവക്കക്കാർക്ക്, വീട്ടിലുള്ളവർക്ക്, ചുറ്റുമുള്ളവർക്ക് എല്ലാം ഇടർച്ചയാകുമ്പോൾ ആ ഒരു ഇടർച്ച വളരെ ദുഃഖകരമാണ്, കഷ്ടകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആരെയാണ് കർത്താവ് ഈ എളിയവരെ അല്ലെങ്കിൽ ചെറിയവരെ എന്നൊക്കെ പറയുന്നത്? ആരെയാണ് ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്? ആരെയാണ്? വഴിതെറ്റിപ്പോകാൻ എളുപ്പമുള്ളവരെ കുറിച്ചാണ്. നമുക്ക് ഇത്തിരി കഴിയുമ്പോൾ മനസ്സിലാവും, മുമ്പോട്ട് വായിക്കും തോറും. അപ്പോൾ ആ ഒരു വഴിതെറ്റിപ്പോകാൻ എളുപ്പമുള്ള ഒരാളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്?
നമുക്ക് സഭയിൽ സഹിക്കാൻ പറ്റത്തില്ല, എത്ര പ്രാവശ്യം കൊണ്ട് പറഞ്ഞതാ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവ് പറയുന്നത് നോക്ക്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അവയിൽ ഒന്ന് തെറ്റി ഉഴന്നു പോയാൽ 99 വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99 അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഈ ഒരു ഉപമ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ശിശുക്കളെ കൈക്കൊള്ളുന്നതിനെക്കുറിച്ചാണ്. ഇതേ ഉപമ വേറൊരു രീതിയിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. അതിന് അർത്ഥത്തിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ആ ഉപമയുടെ പ്രയോഗത്തിലും വ്യത്യാസമുണ്ട്. അത് പാപികളെയും ചുങ്കക്കാരെയും പാപികളെയും കുറിച്ചാണ് പറയുന്നത്. അവരുടെ കൂടെ കർത്താവ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇടർച്ച വരുത്തുക, അതായത് ദുർബലരായ വിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരാൾ തെറ്റിപ്പോയാൽ അയാളെ തിരിച്ചു കൊണ്ടിരുന്നതാണ് കർത്താവിന് പ്രയോറിറ്റി എന്നുള്ളതാണ്. അതായത് തെറ്റിപ്പോകുന്നവരെ പറഞ്ഞു വിടുന്നതല്ല സഭയുടെ പരിപാടി, തെറ്റിപ്പോകുന്നവരെ നന്നാക്കി എടുക്കുന്നതാണ്. കാരണം ഒരാളെ നിങ്ങൾ പറഞ്ഞു വിടുമ്പം എന്താ ചെയ്യുന്നത്? കർത്താവ് ആ വലിയ ദുഃഖത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം കർത്താവ് വില കൊടുത്താറാണ് അവരുടെ ദൂതന്മാർ, അതായത് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് സ്വർഗ്ഗത്തിൽ പിതാവിൻ്റെ മുഖം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിൻ്റെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. ഇടറിപ്പോകുന്നവരും തെറ്റിപ്പോകുന്നവരും സകലരും ഉണ്ട്. കാരണം ദീർഘമായൊരു ക്ഷമ നമുക്ക് ആവശ്യമാണ്. അത് വേണമെങ്കിൽ നമ്മൾ ഹമ്പിളായിരിക്കണം. ഹമ്പിളാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ട്രൂ ആയിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ളൊരു ഹമ്പിൾനെസ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും വേറെ ആളോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുമാത്രം നമ്മൾ ഹമ്പിളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ എന്തുമാത്രം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ്. ഓക്കെ, അപ്പോൾ കർത്താവ് പറയാണ്, അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. അപ്പോൾ ഒരാൾ പോലും അവൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരെണ്ണം പോലും നശിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. ഇപ്പോൾ ലോകത്തിൽ മുഴുവൻ ഇടർച്ച വന്നാലും, ലോകം മുഴുവൻ തകർന്നു പോയാലും അവൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒന്നിന് ഒരു ഇടർച്ച വരുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഈ 99 ഒരാളെ തിരിച്ചു കൊണ്ടുവരും. ഒരു സഭയിലേക്ക് നിന്ന് വഴക്കുണ്ടാകുമ്പോഴേക്കും അവർ പറഞ്ഞു വിടുന്നതിന് പകരം എന്നോട് എതിർത്ത് നിൽക്കാൻ നീ ആരുടെ, നീ വേണമെങ്കിൽ വേറെ സഭയ്ക്ക് പൊക്കോ എന്ന് പറയുന്നതിന് പകരം ആരാണ് തെറ്റ് ചെയ്തതെന്ന് ബോധം വരുത്തക്ക രീതിയിലൊരു ഹമ്പിൾനെസ് എനിക്കുണ്ടാകണം. വേറെ ആൾ എന്നോട് എന്താ പറയുന്നതെന്ന് കേൾക്കാനുള്ള ഹമ്പിൾനെസ് എനിക്കുണ്ടാകണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ അംഗീകരിക്കാനും പറ്റും. നമുക്ക് പലപ്പോഴും ഹമ്പിൾനെസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അവൻ ചെയ്തത് ശരിയായില്ല, അവൻ്റെ പ്രവൃത്തികൾ ശരിയല്ല, ഞാൻ ചെയ്തത് ശരിയാണ് എന്നാണ് ചിന്തിക്കുന്നത്. നിൻ്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ, അപ്പം നിന്നോടൊരു തെറ്റ് ചെയ്ത ഒരാളാണെന്ന് വിചാരിച്ചോ. അപ്പോൾ തെറ്റ് ചെയ്ത ഒരാളെ നിങ്ങളുടെ ഉള്ളിൽ വൈരാഗ്യം വരികയാണ്. അപ്പം നിങ്ങളോട് തെറ്റ് ചെയ്ത ഒരാളെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് നോക്ക്, നിങ്ങൾക്ക് അയാളുടെ വൈരാഗ്യമുണ്ട്. സഭയ്ക്കകത്തുള്ള ആളാണെന്ന് വിചാരിച്ചോ. അപ്പോൾ എങ്ങനെയെങ്കിലും അയാൾ പുറത്ത് പോകണം നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ ഇപ്പോഴും ഈ എൽഡർമാർ വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ മനുഷ്യനോട് റിട്രിബ്യൂഷൻ ചെയ്യാത്തത്, പറഞ്ഞു വിടാത്തത്? ഇങ്ങനെയുള്ളവരോട് ഇരുന്ന് എങ്ങനെ കർത്തൃമേശ എടുക്കും? ഒരുപക്ഷെ നിങ്ങളോട് പിഴച്ചിട്ടുള്ള ഒരാൾ, നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. കർത്താവ് പറയാണ്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയല്ല വേണ്ടത്. ആരുമില്ലാത്തപ്പം, വേറൊരാളും കേൾക്കാത്തപ്പം നിങ്ങൾ ആ മനുഷ്യൻ്റെ അടുത്ത് പോവുക. ആ മനുഷ്യൻ്റെ അടുത്ത് പോയി അയാളോട് നേരിട്ട് സംസാരിക്കുക. അപ്പോൾ അയാളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഇത് വളരെ നിസ്സാരമായൊരു പ്രശ്നമായിരിക്കും. നിങ്ങൾ നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത്, നിങ്ങൾക്കൊരാളോട് ദ്രോഹം തോന്നുകയാണെങ്കിൽ കാണുകയാണെങ്കിൽ സംസാരിക്കാം എന്ന് പറയുന്നതിന് പകരം ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ ഇറങ്ങി ചെല്ലണം. അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ പറയുന്നത്, നിൻ്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറ്റം ബോധം വരുത്താൻ അങ്ങോട്ട് പോകുമ്പം അവർ 10 കുറ്റം നിങ്ങളുടെ ബോധം വരുത്തും. അതാണ് പ്രശ്നം. കാരണം വഴക്കുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം കാണും. അപ്പോൾ ആദ്യം നമ്മൾ ഹമ്പിളായിരിക്കണം. അതാ, ശിശുവിനെ പോലെ കൈക്കൊള്ളണം. അവിടെ ചെന്ന് അവരിങ്ങോട്ടാണ് കുറ്റം പറയുന്നതെങ്കിൽ, നിങ്ങൾ ചെയ്ത തെറ്റെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആർഗ്യുമെൻറ്റ് തുടങ്ങരുത്. കാരണം ആയിരിക്കാം അവിടെ അത് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2-3 സാക്ഷികൾ വിളിച്ചുകൊണ്ട് ചെല്ലണം കേൾക്കാൻ. അതായത് അവിടെ ചെന്നപ്പോൾ ഈ സാക്ഷികൾ ഇത് രണ്ടും കേൾക്കുമല്ലോ, അപ്പോൾ അവർക്ക് മനസ്സിലാവും എവിടെയാണ് ന്യായമുള്ളത്. അപ്പോൾ ഒറ്റയ്ക്ക് ചെന്ന സഹോദരനോട് സ്നേഹമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ആ സഹോദരൻ നിന്നോട് സമ്മതിച്ചാൽ നീ അവനെ നേടി. എന്നാൽ കേൾക്കാഞ്ഞാൽ, അപ്പം ചിലപ്പം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ നമ്മുടെ ഒരു 100 കുറ്റം ഇങ്ങോട്ട് പറയും. ഇതിലേതാ സത്യം? നമ്മൾ നമ്മുടെ സൈഡിൽ നോക്കുമ്പോൾ അയാൾ തെറ്റും, ഞാൻ ശരിയുമാണ്. അയാൾ നോക്കുമ്പോൾ അയാൾ ശരിയും, ഞാൻ തെറ്റുമാണ്. അപ്പോൾ ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 2-3 സാക്ഷികളെ വിളിച്ച് ഇന്നസെൻ്റ് ആയിട്ടുള്ളവരും, അതായത് ന്യൂട്രൽ ആയിട്ടുള്ളവരും സാക്ഷികളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയണം, ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം, നിങ്ങളൊന്ന് പരിഹരിച്ച് തരണം. അത് ചെയ്തേ പറ്റൂ, നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. കാരണം നിങ്ങൾ ദൈവരാജ്യത്തിലെ ശിശുവിനെ പോലെ കൈക്കൊള്ളുന്ന ആളാണെങ്കിൽ വേറൊരാളത് ചെയ്യാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, നിങ്ങൾ തന്നെ അത് ചെയ്യണം. നിങ്ങൾ തമ്മിലൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ 2-3 സാക്ഷികളെ വിളിച്ചു വരുത്തി അവിടെ ചെല്ലണം. ഓക്കെ, കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. എനിക്ക് സാക്ഷിയൊന്നും വേണ്ട, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്ന് അയാൾ പറഞ്ഞു എന്നിരിക്കട്ടെ. ഒരു സാക്ഷിയെയും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരരുത്. കഴിഞ്ഞ ദിവസം അങ്ങനൊരു സംഭവം നടന്നു. ഒരു സഭയിലെ ഒരു
വിവാഹത്തിന് ശേഷം ഒരു പ്രോബ്ലം ഉണ്ടായി. വിവാഹത്തിന് ശേഷം അപ്പം ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയി കഴിഞ്ഞപ്പം ഇതിൽ ഒരാളുടെ, അത് പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ ഞാൻ പറയുന്നില്ല, പിതാവ് ഒരു പാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്കൊരു മധ്യസ്ഥ ഇരിക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞു, ഒരു മധ്യസ്ഥനെ ഈ വഴിക്ക് കൊണ്ടുവരരുതെന്ന് പറഞ്ഞു, കാരണം ഞാൻ തീരുമാനിക്കും. അതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഹമ്പിൾ ആവുക എന്ന് പറയുന്നത്, ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്ന് ചിന്തിക്കുക എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഒരാൾ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു സാക്ഷി അവിടെ ഇരുന്ന് പറയുന്ന കേൾക്കാനുള്ള ഹമ്പിൾനെസ് നമുക്കുണ്ടായിരിക്കണം. ഹമ്പിളാണെങ്കിൽ മാത്രമേ വേറൊരാളുടെ പെർസ്പെക്റ്റീവ് നമുക്ക് അംഗീകരിക്കാനോ കേൾക്കാനോ സാധിക്കുകയുള്ളൂ. നമുക്ക് ക്രിസ്തുവിൽ ബോധ്യമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ജൂറിസ്ഡിക്ഷന് വിട്ടുകൊടുക്കാനുള്ള ഹമ്പിൾനെസ് നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാകേണ്ടതിന് അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. അപ്പോൾ സഭയെയും കൂട്ടാക്കാത്ത ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, അതായത് സഭയുടെ അതോറിറ്റി നിങ്ങൾക്ക് നേരത്തെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് 18-ാം വാക്യത്തിൽ. ഇപ്പോഴാണ് അതിൻ്റെ പ്രോപ്പർ ഒരു എക്സ്പ്ലനേഷൻ വരുന്ന 18-ാം വാക്യത്തിലാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പം സഭ കെട്ടിക്കഴിഞ്ഞാൽ അത് കെട്ടിയതാണ്. സഭയ്ക്കെതിരെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ, സഭയുടെ സാക്ഷ്യവും ഒരാൾ കൂട്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ ആ സഭയുടെ കെട്ട് അവരുടെ മേൽ സുനിശ്ചിതമാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന എല്ലാ സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന എല്ലാ സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ 2 പേര് ഒന്നിച്ച്, അതായത് സഭയുടെ അധികാരം അതാണ് സഭ. അപ്പോൾ ഒരാളുടെ അധികാരമല്ല, 2-3 സാക്ഷികളുടെ അധികാരമല്ല. അത് കഴിഞ്ഞാൽ സഭയുടെ ആ സംഘത്തിൻ്റെ ആ കൂട്ടത്തിൻ്റെ മുമ്പിലേക്ക് ഇഷ്യൂ വന്നു കഴിയുമ്പോഴും ഇയാൾ ആ സഭയെയും കൂട്ടാക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? അവരെ വെളിയിലുള്ള ആളായിട്ട് പരിഗണിക്കുക. കൺസിഡർ ഹിം ആസ് ആൻ ഔട്ട്സൈഡർ എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യം ബന്ധപ്പെട്ടാൽ അത് സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രസൻസിലാണ് ഒരു സഭ കൂടുന്നത്. അപ്പോൾ ഏത് കോൺഫ്ലിക്റ്റും പരിഹരിക്കാൻ കർത്താവ് വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഇതാണ്. ഏറ്റവും ആദ്യം 2 പേരുള്ളപ്പോൾ മാത്രം ചെന്ന് സെറ്റിൽ ചെയ്യുക. കേൾക്കാതെ വന്നാൽ, കാരണം 2 പേര് ചെന്ന് സെറ്റിൽ ചെയ്യുമ്പം ഒപ്പീനിയൻസ് പലതായിരിക്കും. അപ്പം കേൾക്കാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 2-3 സാക്ഷികൾ വിളിച്ചുകൊണ്ട് ചെല്ലുക. അവർ പറയുന്നതും കേൾക്കുന്നില്ലെങ്കിൽ ഉടനെ അത് സഭയുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. പ്രശ്നം പരിഹരിച്ചേ പറ്റുള്ളൂ. കാരണം 2 സഹോദരങ്ങൾ പിണങ്ങിയിരിക്കുന്നത്, മിണ്ടാതിരിക്കുന്നത്, 2 സഹോദരങ്ങളോ സഹോദരിമാരോ മിണ്ടാതിരിക്കുന്നത്, അങ്ങനെ കർത്തൃമേശ എടുക്കുന്നത്, ജീവിതകാലം മുഴുവൻ വൈരാഗ്യം വെച്ചുകൊണ്ട് കർത്തൃമേശ എടുക്കുന്ന ആൾക്കാർ എനിക്കറിയാം. ഇനി അങ്ങനെ പറഞ്ഞുകൊണ്ട് കർത്തൃമേശ എടുക്കാതിരിക്കുന്നവരെ അറിയാം. ചില ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കീഴടങ്ങുന്നില്ല, ഞാൻ കർത്തൃമേശ എടുക്കുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. അത്രയല്ല ഉള്ളൂ. കാരണം നിങ്ങൾ ആ സമൂഹത്തിന് മുഴുവൻ ഇടർച്ച വരുത്തിക്കൊണ്ടിരിക്കുന്ന ആളും കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിഞ്ഞ് കളയപ്പെടേണ്ട ആളുമാണ്. അങ്ങനത്തെ ഒരു ശിക്ഷാവിധി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, കർത്താവ് അങ്ങനെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റിക്കൺസീലിയേഷനുള്ള പ്രൊസീജിയറിലൂടെ നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പോകണമെന്നുള്ളതാണ്. ഈ കേൾക്കുന്ന ആരെങ്കിലും കുടുംബത്തിലോ സഭയിലോ ഒരു കോൺഫ്ലിക്റ്റിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഇനിഷ്യേറ്റീവ് നിങ്ങൾ തന്നെ എടുക്കണം. ഓക്കെ, അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എത്ര പ്രാവശ്യം, അപ്പോൾ ഈ ശിഷ്യന്മാരെന്ന് ചോദിക്കുക, ഇവൻ ഇങ്ങനെ ഒരുത്തനുണ്ട്. പുള്ളി അവരുടനെ ചിന്തിച്ചു, ഇങ്ങനെ ഈ ക്ഷമിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇവൻ തെറ്റ് ചെയ്തു, പിന്നെയും തെറ്റ് ചെയ്തു, പിന്നെയും തെറ്റ് ചെയ്തു, പിന്നെയും തെറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? സഭ പറഞ്ഞു, അയ്യോ സഭയോട് പറഞ്ഞു, ഞാൻ ഇനി അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ ഇനി അങ്ങനെ ചീത്ത പറയത്തില്ല, പിന്നെയും ചെയ്തു, എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവിനോട് ശിഷ്യന്മാരൊന്ന് ചോദിച്ചു. പത്രോസ് വന്നു, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അവനോട് പറഞ്ഞു 7 വട്ടമല്ല 70 വട്ടം. 7 × 17 നമുക്ക് സിമ്പിളായിട്ട് ചിന്തിക്കാം, വേണേൽ കോംപ്ലിക്കേറ്റഡ് ചിന്തിക്കാം, 7 റൈസ് ടു 7 അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ നമ്മൾ ഏറ്റവും കുറഞ്ഞത് 70 വട്ടം ക്ഷമിക്കണം, 7 × 70 എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 പ്രാവശ്യം ക്ഷമിക്കണം, അത് 70 വട്ടം ക്ഷമിക്കണം. ഇപ്പോൾ പത്രോസ് പറഞ്ഞ് 7 വട്ടം ക്ഷമിക്കണം, 7 വട്ടം ക്ഷമിക്കണം, അത് 70 പ്രാവശ്യം 7 വട്ടം ക്ഷമിക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൻ്റെ ജീവിതകാലം മുഴുവൻ ഏറ്റവും കുറഞ്ഞത് 490 പ്രാവശ്യമെങ്കിലും അവനോട് ക്ഷമിക്കേണ്ടി വരും. അപ്പോഴേക്കും നമ്മുടെ കാലം തീരും. അപ്പോഴും അവനെ വെളിയിൽ വിടാൻ സമ്മതിക്കില്ല. ഇതാണ്, വെളിയിൽ വിടാൻ സമ്മതിക്കില്ല. എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു മോറാലിറ്റിയുടെ പ്രോബ്ലം ആണെങ്കിൽ വെളിയിൽ പോയേ പറ്റുള്ളൂ. ഹോമോസെക്ഷുവാലിറ്റി, ഓക്കെ, അങ്ങനൊരു പേര് പോലും നിങ്ങളുടെ പറയരുതെന്നുള്ളതാണ്. അതായത് അങ്ങനെ ഒരു ശ്രുതി കേൾക്കുന്നു പോൽ എന്ന് പോലും ഉണ്ടാകാൻ പാടില്ല. ഇമ്മോറാലിറ്റി, നിനക്ക് അവകാശപ്പെടാത്ത ഒരാളുടെ കൂടെ നീ എന്താ പറയുന്നത്, അരുതാത്തത് പ്രവർത്തിക്കുന്നു. വിവാഹത്താൽ കയ്യിലേൽപ്പിക്കപ്പെടാത്ത ഒരാളുടെ കൂടെ അവരുമായി ശാരീരികമായി നിങ്ങൾ വ്യഭിചാരം ചെയ്യുന്നു. കാസ്റ്റ് ഔട്ട് ഫ്രം ദാറ്റ് ഗ്രൂപ്പ്. അത് സമൂഹത്തിൽ തന്നെ പാവമായി എണ്ണപ്പെടുന്ന കാര്യമാണ്. അത് ഇടർച്ച മറ്റുള്ള അനേകർക്ക് വരുത്തുന്ന കാര്യമാണ്.
ഇവിടെ പറയുന്നത് നിങ്ങളോടൊരാൾ ഉപദ്രവമായി പെരുമാറിയാൽ, നിങ്ങളോടൊരാൾ മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഇടർച്ചയാകുന്നതിന് മുമ്പ് അത് പരിഹരിക്കപ്പെടണം എന്നാണ്. അത് 7 അല്ല 70 വട്ടം നമ്മളോടുള്ള തെറ്റുകൾ 7 അല്ല 70 വട്ടം ക്ഷമിക്കേണ്ടതാണ് എന്ന് കർത്താവ് പറഞ്ഞു. ഈ ക്ഷമയുടെ ഫൗണ്ടേഷൻ എന്താണെന്നും കൂടെ കർത്താവ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കതും കൂടെ ഈ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ വരുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അപ്പം ഈ രാജാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു പലിശക്കാരനെ പോലെ വിചാരിക്കാൻ വേണമെങ്കിൽ ഇതിനകത്ത് രാജാവ് അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ അവനോട് കൽപ്പിച്ചു. അപ്പം സകല സ്വത്തും ജപ്തിയാണ്. ഭാര്യയും മക്കളും ഉൾപ്പെടെ അടിമകളായി പിടിച്ചുകൊണ്ട് പോകാൻ പോവാണ്. കാരണം ഈ കാശ് അത്രയും കടന്നുപോയി. അവൻ്റെ മെറ്റീരിയൽ സ്വത്ത് കൊണ്ട് തീരുന്നില്ല. അപ്പം ഭാര്യയും മക്കളും പോയി അടിമവേല ചെയ്യണം ജീവിതകാലം മുഴുവൻ. അത് എല്ലാം പ്രോപ്പർട്ടി ആയിട്ട് മാറി നിമിഷ നേരം കൊണ്ട്. അത്ര ഭയങ്കര ക്രൂരനായ ഒരു പലിശക്കാരനായ രാജാവാണ്. അപ്പോൾ ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ഇവൻ്റെ കുടുംബവും മക്കളെല്ലാം ഓർത്തപ്പോൾ ഈ ദുഷ്ടനായ പലിശക്കാരനായ രാജാവിന് കരുണ തോന്നി. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ മനസ്സരിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. സാരമില്ല, പോട്ടെ, നീ അടയ്ക്കണ്ട. അത്ര അങ്ങോട്ട് കരുണ തോന്നി കടം ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു, തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കിച്ചു. ഈ സംഭവിച്ചതൊക്കെയും അവൻ്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ഇത്രയും കരുണ ലഭിച്ച ഒരുത്തൻ എന്തുകൊണ്ടാണ് ഒരു നിസാര കടം അവന് സഹിക്കാൻ പറ്റാതെ പോയത്? നമ്മളോട് ദൈവം അസംഖ്യം പാപങ്ങൾ ക്ഷമിക്കുന്നു. ഇത് ദുഷ്ടനായ ഒരു പലിശക്കാരൻ്റെ കഥ എക്സാമ്പിൾ എടുക്കുന്നു. പക്ഷേ കർത്താവ് നോക്കി എത്ര കരുണയോടെ നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു. അസംഖ്യം പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ചു. നമ്മുടെ കരുണ തോന്നി. കരുണ തോന്നേണ്ട ഒരു കാര്യമില്ലായിരുന്നു, തോന്നി. ഇവിടെ നമ്മൾ ക്ഷമ പ്രാപിച്ച ആൾക്കാർ നമ്മളോട് കടപ്പെട്ട ഒരു ചെറിയ കാര്യം പോലും, ഞാൻ ആലോചിക്കായിരുന്നു, വിശ്വാസികളുടെ ഈ സെൻസിറ്റിവിറ്റി ഭയങ്കര കൂടുതലാണ്. അവൻ എന്താണ് എന്നെ അങ്ങനെ നോക്കിയത്, അവൻ എന്താണ് എന്നോട് ദേഷ്യപ്പെട്ടത്, അത് ശരിയാണോ? ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവുകയാണ്. സഹോദരങ്ങളെ, ഇത് ശരിക്കും ക്ഷമിക്കപ്പെടാത്തത് എന്ത് സംഭവിക്കുന്നു നോക്കിയേ. ഇത് സംഭവിച്ചതൊക്കെ അവൻ്റെ കൂട്ടുദാസന്മാർ കണ്ടു, വളരെ ദുഃഖിച്ചു. എന്നാൽ ഇത്രയും കരുണ ലഭിച്ചവന് ഒരു തുള്ളി കരുണ പോലും മറ്റൊരാൾക്ക് വേണ്ടി ഇല്ലല്ലോ എന്ന് കണ്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കിയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് ചോദിച്ചു. അങ്ങനെ യജമാനൻ കോപിച്ചു, അവൻ്റെ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലേൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷയെക്കുറിച്ച് എല്ലാം ചിന്തിക്കുമ്പോൾ ഞാൻ ഏറ്റവും പേടിയോടെ ആലോചിക്കുന്നൊരു കാര്യമാണ്. ഈ ഒരു കാര്യം മാത്രമാണ് കർത്തൃപ്രാർത്ഥനയിലും ഒരു കണ്ടീഷനായിട്ട് വെച്ചിരിക്കുന്നത്. ഫൊർഗീവ്നെസ് ഈസ് ഫ്രീ, ബട്ട് ഇറ്റ് വർക്ക്സ് വിത്ത് എ കണ്ടീഷൻ. അത് നമ്മുടെ ഭാഗത്തുനിന്നൊരു കണ്ടീഷനല്ല, ഫ്രീ ആയിട്ട് നമുക്ക് ലഭിച്ചതാണ്. പക്ഷേ അത് വർക്ക് ചെയ്യുന്നത് നമ്മളിലും ആ ക്ഷമ വ്യാപരിപ്പിച്ചുകൊണ്ടാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഈ പാപക്ഷമ സൗജന്യമല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പാപക്ഷമ കർത്താവ് നമുക്ക് സൗജന്യമായി നൽകുന്നു. ഈ സൗജന്യമായ പാപക്ഷമ ശരിക്കും കോസ്റ്റ്ലി ആണ് നമുക്ക്. അതായത് എങ്ങനെ കോസ്റ്റ്ലി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗജന്യമായി നമുക്ക് ലഭിക്കുന്നത്, പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ അതൊരു ക്ഷമ ഒരു വലിയൊരു ആഘോഷമായി മാറണം. ദാറ്റ് മീൻസ് വെൻ വി ആർ ഫോർഗിവൺ, വി ഫോർഗിവ് എവ്രി വൺ. അപ്പോൾ ഫോർഗീവ്നെസ് എന്നിൽ മാത്രം ഇരിക്കുന്ന ഒരു ഉറവയായി ദൈവം തരുന്നില്ല ആർക്കും. അടച്ചുപൂട്ടപ്പെട്ട ഒരു ഉറവയായി ഈ ഫോർഗീവ്നെസ് ആർക്കും തരുന്നില്ല. ദൈവം നമ്മളോട് ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവരുടെ അസംഖ്യം പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു ഉറവയായിട്ടാണ് അത് നമുക്ക് വരുന്നത്. നമ്മളിന്ന് പുറപ്പെടുന്ന നിത്യജീവൻ്റെ ഉറവ പാപക്ഷമയുടെ ഉറവ കൂടിയാണെന്നാണ് കർത്താവ് പറയുന്നത്. അതായത് പിതാവിൻ്റെ കോപം തിരികെ ഈ 18-ാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കിയേ. ഇതെല്ലാം നമ്മൾ പിതാവിൻ്റെ കോപം എങ്ങനെയാണ് പ്രാപിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ദൈവം നമ്മോട് കോപിക്കുന്നത് മറ്റുള്ളവരോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിലാണ്. അതാണ് കായിൻ്റെ ഹാബേലിൻ്റെ ഫസ്റ്റ് കോൺഫ്ലിക്റ്റ്. പാപത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈ കോൺഫ്ലിക്റ്റാണ്. നമ്മുടെ സഭയിലുള്ള സഹോദരങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, സ്നേഹമില്ലായ്മ എന്ന് പറയുന്നത് ദൈവത്തെ വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു ദുഃഖമാണ് കർത്താവ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കർത്താവ്
പാപികളെയും ദോഷികളെയും ദുഃഖിതരെയും അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മളവരെ തള്ളിക്കളയുന്ന ഒരവസ്ഥ ഉണ്ടാകരുതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഭയ്ക്കുള്ള അധികാരം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഫൊർഗീവ്നെസ്സിൻ്റെ ആ വലിയ ഒരു അംബ്രല, അതിനേക്ക് അനേകം ആൾക്കാർ ഓടിക്കൂടുവാൻ നമ്മൾ ഒരു പ്രതികാരമോഹമില്ലാതെ അങ്ങേയറ്റം ക്ഷമിക്കുന്നവരായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു അധ്യായം മുഴുവൻ ആ ഒരു പാപക്ഷമയുടെ ഒരു എക്സ്പ്ലനേഷനാണ് നമുക്ക് ലഭിക്കുന്നത്. അവർ മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് സിൻസ് ആർ ഫോർഗിവൺ. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അവൻ തന്നെ വേദന അനുഭവിച്ച് ദൈവത്തിന് നമ്മോടുള്ള ആ ഒരു ക്രോധത്തിൻ്റെ അവസാനത്തെ കലശവും തീർത്ത് നമ്മുടെ എഗെയിൻസ്റ്റായിട്ടുള്ള ആ കയ്യെഴുത്ത് എടുത്ത് മാറ്റിയിട്ട് കർത്താവ് എന്ത് ചെയ്തു? നമ്മളെ മക്കളാക്കി മാറ്റി. നമ്മൾ മക്കളായിട്ട് നടന്ന് വഴി കാണുന്ന ഒരുത്തൻ പണ്ടെങ്ങാണ്ട് എന്നോട് ചെയ്ത അപരാധം ഓർത്തിട്ട് ഞാൻ അവനെ നോക്കി പരിഹസിച്ച് നടക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്. ഞാൻ അവൻ ഇടർച്ച ഉണ്ടാക്കുകയാണ്, ഞാൻ അവനെ നശിപ്പിച്ച് കളയുകയാണ്. ഗോഡ് വിൽ ബി ആംഗ്രി വിത്ത് ഓൾ സച്ച് പീപ്പിൾ. ദൈവം അങ്ങനെയുള്ള സകലരോടും ക്രോധം കാണിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നമ്മുടെ പാപക്ഷമ കണ്ടീഷണലല്ല, പക്ഷേ ഇറ്റ്സ് കണ്ടീഷൻഡ് ഓൺ വാട്ട് ഹാപ്പൻസ്. അതായത് ഒരു ഫലം അതിൻ്റെ കൂടെ ഉണ്ടാകണം. പാപക്ഷമ എന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക്കായിട്ട് ഒരിക്കലും വരുന്നില്ല. അത് ഒഴുകുക തന്നെ ചെയ്യണം, മറ്റൊരാളിലേക്ക് ഒഴുകണം. അതല്ലെങ്കിൽ അത് വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഫൊർഗീവ്നെസ് ഈസ് നോട്ട് ഫ്ലോയിങ് ഫ്രം യു, അത് നിങ്ങൾക്കൊരിക്കലും വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരാൾ നശിച്ചു പോകുന്ന ദൈവത്തിന് ഇഷ്ടമില്ല. നിങ്ങൾ ഉൾപ്പെടെ ആരും നശിച്ചു പോകുന്ന ദൈവത്തിന് ഇഷ്ടമില്ല. നമ്മളെ അവൻ നിത്യമായി രക്ഷിച്ചതാണ്. നമ്മൾ നശിച്ചു പോവുകയുമില്ല. പക്ഷെ നമ്മൾ നശിച്ചു പോവുകയില്ല എന്നുള്ളതിൻ്റെ അടയാളം എന്താണ്? നമ്മൾ പാപക്ഷമ അനുഭവിച്ചവരാണ്. ഈ പാപക്ഷമ നമ്മളിൽ നിന്ന് വരുന്നത്. അതാണ് പ്രൈമറി എവിഡൻസ്. ഐ ആം എ ഫോർഗിവൺ സിന്നർ, ഐ ഷോ ഫോർഗീവ്നെസ് ടു എവരി വൺ. ഈ ഒരൊറ്റ കാര്യമാണ് കർത്താവ് പാപക്ഷമയുടെ കൂടെ എപ്പോഴും പറയുന്നത്. ഫോർഗീവ് വൺ അനദർ ആസ് ദ ഹെവൻലി ഗോഡ് ഫാദർ ഹാസ് ഫോർഗിവൺ യു. തിരിച്ച് നമ്മൾ പറയുമ്പം ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ദൈവമേ നീയും ക്ഷമിക്കണമേ. ഇതാണ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും കയ്പോ മത്സരമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ, അവർ നിങ്ങളോട് പിഴച്ചെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും ക്ഷമിക്കുവാനും അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കുവാനും അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ തിരികല്ല് കെട്ടി കടലിനകത്ത് പോയി ചാടുന്നതിനെ അത്രയും സഫർ ചെയ്യേണ്ടി വന്നാലും ഒരാൾക്ക് ഇടർച്ച ഉണ്ടാകരുത് എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ വിചാരിക്കേണ്ടതാണ്. കാരണം നമ്മളുടെ അസംഖ്യം പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച വലിയ പാപക്ഷമയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഒരു യോഗ്യതയുമില്ലാത്തടുത്ത് അവിടെ ഞങ്ങളെ നിർത്തി. ഞങ്ങൾ എന്നാൽ മറ്റുള്ളവരെക്കുറിച്ച് എപ്പോഴും നോക്കി എണ്ണിപ്പറഞ്ഞ് കഷ്ടങ്ങൾ വിചാരിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. പലപ്പോഴും ഞങ്ങൾ അവരെ വിധിക്കുന്നവരായി കാണുന്നു. പലപ്പോഴും ഞങ്ങളുടെ കുറ്റങ്ങളെ ചെറുതായി കാണുന്നവരായി കാണുന്നു. ഹമ്പിൾനെസ് ഇല്ലാത്തവരായി കാണുന്നു. കർത്താവെ അങ്ങയുടെ സ്വഭാവമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളും നേരെയാകാൻ വേണ്ടി ആ ഇനിഷ്യേറ്റീവ് എടുക്കുവാൻ ഞങ്ങളെ തന്നെ സഹായിക്കണമേ. നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കരങ്ങളെ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.